ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ നടന്ന സൗഹൃദ മത്സരത്തിൽ ഒരു അട്ടിമറി വിജയം സ്വന്തമാക്കാൻ അൾജീരിയക്ക് സാധിച്ചിരുന്നു. നെതർലൻഡ്സിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് അൾജീരിയ പരാജയപ്പെടുത്തിയത്. ഹാജ് മൂസയുടെ ഗോളാണ് അവർക്ക് വിജയം സമ്മാനിച്ചത്. നമുക്കറിയാം, സിദാന്റെ മകനായ ലൂക്ക സിദാൻ അൾജീരിയയുടെ ഗോൾ കീപ്പറാണ്. അദ്ദേഹവും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. ഏതായാലും അർജന്റീനയുടെ ഗ്രൂപ്പിലാണ് അൾജീരിയയുള്ളത്. വേൾഡ് കപ്പിലെ അർജന്റീനയുടെ ആദ്യത്തെ മത്സരം അത് അൾജീരിയക്കെതിരെയാണ്. അർജന്റീന ഈ ടീമിനെ ഒന്ന് സൂക്ഷിക്കേണ്ടി വരും, അഥവാ എഴുതി തള്ളരുത് എന്നാണ്. കാരണം സമീപകാലത്ത് മികച്ച പ്രകടനമാണ് അൾജീരിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 8 മത്സരങ്ങളിൽ 6ലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ തോൽവി മാത്രമാണ് അവർക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. നൈജീരിയക്കെതിരെ ഒരു തോൽവി വഴങ്ങി എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ മത്സരങ്ങളിലും മികച്ച പ്രകടനം അവർ നടത്തിയിട്ടുണ്ട്. ഉറുഗ്വേയെ ഗോൾ രഹിത സമനിലയിൽ തളക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ നെതർലൻഡ്സിനെ അട്ടിമറിക്കാനും അൾജീരിയക്ക് കഴിഞ്ഞു. അതെല്ലാം എടുത്തു പറയേണ്ട കാര്യമാണ്. ആദ്യ മത്സരത്തിൽ തന്നെ അർജന്റീനക്ക് ഒരു ചെറിയ വെല്ലുവിളിയായി കൊണ്ട് അൾജീരിയ മാറും എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ഇനി അടുത്ത ടീം അത് ഹെയ്ത്തിയാണ്. അതായത് ബ്രസീലിന്റെ ഗ്രൂപ്പിലാണ് ഹെയ്ത്തി വരുന്നത്. ബ്രസീലിന് ഒരിക്കലും ഹെയ്ത്തിയെ എഴുതിത്തള്ളാൻ കഴിയില്ല. കാരണം സമീപകാലത്ത് അവർ മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ന്യൂസിലാൻഡിനെതിരെ ഒരു സൗഹൃദ മത്സരം കഴിഞ്ഞ ദിവസം ഹെയ്ത്തി കളിച്ചിരുന്നു എന്നുള്ളത് മാത്രമല്ല, എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് അവരെ പരാജയപ്പെടുത്തിയത്. സമ്പൂർണ്ണ ആധിപത്യമാണ് ഹെയ്ത്തി അവിടെ പുലർത്തിയിട്ടുള്ളത്. ഓരോ മത്സരം കൂടുന്തോറും കൂടുതൽ മെച്ചപ്പെട്ടു വരുന്ന ഒരു ഹെയ്ത്തിയെയാണ് നമുക്ക് കാണാൻ കഴിയുക. ഫിഫ റാങ്കിങ്ങിൽ 83ാം സ്ഥാനത്താണ് ഇവർ. പക്ഷെ അത് വെച്ചുകൊണ്ട് ഒരിക്കലും ഹെയ്ത്തിയെ എഴുതി തള്ളരുത് എന്നുള്ളതാണ് വസ്തുത. ഇനിയിപ്പോൾ പെറുവിനെതിരെ ഒരു സൗഹൃദ മത്സരം ഹെയ്ത്തി കളിക്കുന്നുണ്ട്. ആ മത്സരത്തിൽ അവരുടെ പ്രകടനം എല്ലാവരും ഉറ്റുനോക്കുകയാണ്. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ ഹെയ്ത്തിയുടെ എതിരാളികൾ സ്കോട്ട്ലാൻഡാണ്. അതിനുശേഷമാണ് ബ്രസീലിനെതിരെയുള്ള ഒരു മത്സരം വരുന്നത്. ബ്രസീൽ ഒരിക്കലും ഈ എതിരാളികളെ വില കുറച്ച് കാണരുത് എന്നുള്ളതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.